പ്രൈസ് ദി ലോർഡ്. മനോഹരമായിരിക്കുന്ന ഈ വിശുദ്ധ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഇത്രത്തോളം പേർക്ക് ഒരുമിച്ച് കൂടി വരുവാൻ സർവശക്തനായിരിക്കുന്ന കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രത്യേകാൽ ഇന്ന് പകൽക്കാലം വളരെ സന്തോഷമുണ്ട്. നമ്മുടെ മധ്യത്തിലെ ഹ്യൂസ്റ്റണിൽ നിന്ന് പ്രിയ ജോൺസ് കുടുംബമായിരിക്കുന്നു. ഷിക്കാഗോയിൽ നിന്ന് പ്രിയ ജൂബിയും കുടുംബവും കടന്നു വരുവാനിടയായി. പ്രിയപ്പെട്ടവരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. വിശുദ്ധ ആരാധന നമുക്കും പ്രിയപ്പെട്ടവർക്കും ഒരുപോലെ അനുഗ്രഹമായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സന്തോഷമുള്ള ദൈവമക്കളെല്ലാം ചേർന്ന് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിയാട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സന്തോഷിക്കാൻ മാത്രമേ നമുക്ക് കാരണമുള്ളൂ. ആമേൻ, ഹല്ലേലൂയ. ദുഃഖിക്കാനുള്ള ഒത്തിരി കാരണങ്ങൾ പിശാച് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിരത്തും. പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ പൈതലിനറിയാം, ആമേൻ, ദുഃഖിക്കാൻ അവന് കാരണമില്ല. കാരണം അവൻ്റെ ദുഃഖങ്ങളെ എല്ലാം മാറ്റുന്ന ഒരു കർത്താവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മൾ പാടിയത്, ദുഃഖത്തിൽ ആശ്വാസമായി. പ്രൈസ് ദി ലോർഡ്. രോഗങ്ങളിൽ സൗഖ്യമായി നമ്മുടെ കൂടെയിരിക്കുന്ന ഒരു ദൈവം. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഇന്ന് പകൽക്കാലം ഒരുമിച്ച് കർത്താവ് ഈ ഭൂമിയിൽ ഒരവസരത്തെ കൂടെ നൽകിയത് കൊണ്ട് ഞാൻ ദൈവത്തെ വാഴ്ത്തുകയാണ്. ഞാനിങ്ങനെ പറയാറുണ്ട്, ഓരോ ഞായറാഴ്ചകളും പ്രഭാതം പൊട്ടിവിടരുമ്പോൾ അത് നമുക്ക് ലഭിച്ചാൽ സ്തോത്രം. ഡോണ്ട് വേസ്റ്റ് യുവർ സൺഡേസ്. നിന്റെ സൺഡേകളെ, നിന്റെ ഞായറാഴ്ച ദിവസങ്ങളെ പാഴാക്കരുത്. പ്രൈസ് ദി ലോർഡ്. എത്രത്തോളം തിടുക്കത്തോടെ, എത്രത്തോളം ഉത്സാഹത്തോടെ, എത്രത്തോളം സന്തോഷത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ആ ദിവസത്തെ ദൈവസന്നിധിയിൽ ഇരുന്ന് ആരാധിച്ച് പാടി ഉയർത്തുവാൻ കഴിയുമോ അത്രത്തോളം ഉയർത്തിക്കണം. കാരണം ആമേൻ, അടുത്ത ഒരു ഞായറാഴ്ച കിട്ടുമെന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ എനിക്ക് നിങ്ങൾക്കും കഴിയത്തില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽക്കാലവും അത് തന്നെയായിരിക്കണം നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ആമേൻ. എനിക്കറിയത്തില്ല അടുത്ത ഞായറാഴ്ച ഞാൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന്, നിങ്ങൾക്കാർക്കും പറയുവാൻ കഴിയത്തില്ല. പക്ഷെങ്കിൽ ഒന്നെനിക്കറിയാം, ഇപ്പോൾ ഞാൻ ജീവിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ എൻ്റെ മൂക്കിൽ ശ്വാസമുണ്ട്. ആമേൻ. നൗ ഐ ആം ലിവിങ്, ഐ നോ ദാറ്റ്. പ്രൈസ് ഗോഡ്. അത്ര മാത്രമേ എനിക്കറിയത്തുള്ളൂ. പ്രൈസ് ഗോഡ്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഈ ശ്വാസമുള്ള കാലത്ത് ഞാൻ എന്ത് ചെയ്യും? ഞാൻ മിണ്ടാതെ ഇരിക്കും. ആണോ? ഞാൻ മിണ്ടാതിരിക്കും. ആണോ? ഞാൻ എന്ത് ചെയ്യും? ഞാൻ സ്തുതിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നാവെടുത്ത് എൻ്റെ ദൈവത്തെ ആരാധിക്കും. Let us turn our attention to Psalms 45. 45-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ നമുക്ക് വേഗത്തിൽ കൊണ്ടുവരാം. 45 Psalms 45. മതി, മലയാളത്തിൽ വായിക്കാം. Praise God. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകൻ്റെ എഴുത്തുകോൽ ആകുന്നു. പ്രൈസ് ദി ലോർഡ്. സാധാരണഗതിയിൽ ഈ സങ്കീർത്തനം വിവാഹ വേദികളിൽ, പ്രത്യേകിച്ച് വേർപെട്ട ദൈവമക്കളുടെ വിവാഹ ശുശ്രൂഷകളിൽ വായിച്ചു കേൾക്കുന്നതായ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനം എത്രമാത്രം പ്രസംഗിക്കപ്പെടാറുണ്ട് എന്നെനിക്കറിയില്ല. പക്ഷെങ്കിൽ കഴിഞ്ഞ ദിവസത്തിൽ ഒന്നിൽ ഈ സങ്കീർത്തനം ഇങ്ങനെ ധ്യാനിപ്പാൻ തക്കവണ്ണം കർത്താവ് എനിക്ക് കൃപ നൽകി. എല്ലാ വാക്യങ്ങളും ഒന്നും വിശദീകരിപ്പാൻ ഇന്ന് പകലിൽ ഞാൻ സമയമെടുക്കത്തില്ല. പ്രൈസ് ഗോഡ്. എൻ്റെ ഹൃദയത്തിൽ വളരെയധികം സ്പർശിച്ച ഒരു വാക്യമാണ് ഒന്നാമത്തെ വാക്യം. സ്തോത്രം. പറയുന്നു, സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? ശുഭവചനത്താൽ കവിയുന്നു. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അത് സാരസരാഗത്തിൽ കോരഹപുത്രന്മാരുടെ ഒരു സങ്കീർത്തനം, ഒരു കീർത്തനം, ഗീതം, പ്രേമഗീതം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. വെഡിങ് സോങ് എന്നാണ് ഇംഗ്ലീഷിൽ അതിന് കൊടുത്തിരിക്കുന്നത്. പ്രൈസ് ഗോഡ്. സാധാരണയായിട്ട് പാസ് ഓവർ സമയത്ത്, പെസഹായുടെ ടൈമിൽ ഈ സങ്കീർത്തനം ആലപിച്ചിരുന്നു എന്ന് വേദ പഠിതാക്കളുടെ ഇടയിൽ ഒരു അഭിപ്രായം കേൾക്കുവാനായിട്ടൊക്കെ കഴിയുന്നുണ്ട്. ആമേൻ. യേശുക്രിസ്തുവിനെ പ്രതിപാദിക്കുന്ന ഒരു സങ്കീർത്തനമായിട്ട് കൂടെ ഈ 45-ാമത്തെ സങ്കീർത്തനം നമുക്ക് ദർശിപ്പാനായി കഴിയുന്നുണ്ട്. എന്നാൽ ഈ സങ്കീർത്തനത്തിൻ്റെ ആരംഭവാക്യം സങ്കീർത്തനക്കാരൻ്റെ തന്നെ അനുഭവത്തെ പറയുകയാണ്. Praise God. The first words he says is experience. Praise God. He experienced something in his life. He says, my heart is inditing a good matter. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു. പ്രൈസ് ദി ലോർഡ്. നോക്കിയേ, ചിന്തിച്ചേ.
ഒരു സങ്കീർത്തനക്കാരൻ പറയുക, എൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? ശുഭവചനത്താൽ കവിയുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ എന്താ ഹൃദയത്തിൽ കവിയുന്നത്? സ്തോത്രം. ആമേൻ. നിന്റെ ഹൃദയത്തിൽ എന്താണോ കവിയുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ് പ്രസ്താവിക്കുന്നത്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ ഹൃദയത്തിനകത്ത് ഒരാരാധനയുടെ വെളിപ്പെടലുണ്ടെങ്കിൽ, സ്തോത്രം, അത് നിന്റെ നാവിലൂടെയും പുറത്തു വരുവാനിടയായിത്തീരും. സ്തോത്രം. നിന്റെ അധരം അത് സംസാരിക്കും. സ്തോത്രം. ആമേൻ. വാ പൂട്ടിക്കെട്ടിയിരിക്കാനാ തോന്നുന്നതെങ്കിൽ അതിന്റെ കാരണം എന്നാണെന്നറിയാമോ? ഹൃദയത്തിനകത്ത് നിറവില്ല. അതാ കാരണം. പ്രൈസ് ദി ലോർഡ്. ദൈവസന്നിധിയിൽ വന്നിരിക്കുമ്പോൾ നിന്റെ ഹൃദയത്തിനകത്തൊരു നിറവ് വ്യാപരിച്ചാൽ അവിടെ ഒരു കാലത്തും നീ മൗനമായിരിക്കത്തില്ല. സ്തോത്രം. ഒരു വാക്യം ഇങ്ങനെ പറയുന്നുണ്ട്, ആമേൻ, എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ എന്ത് ചെയ്യുന്നറിയാമോ? തീ കത്തി. അപ്പോൾ ഞാൻ മിണ്ടാതെയിരുന്നു. ഞാൻ എന്ത് ചെയ്തു? നാവെടുത്ത് സംസാരിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിന് ചൂട് പിടിച്ച്, ആമേൻ, ഹല്ലേലൂയ, ആ ധ്യാനത്തിങ്കൽ തീ കത്തുവാൻ തുടങ്ങിയപ്പോൾ, ആമേൻ, ദൈവത്തിന്റെ പൈതലെ ശ്രദ്ധിച്ചോണേ, മനസ്സിലാക്കിക്കോണേ, നീ ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ, ആമേൻ, നിന്റെ ഹൃദയത്തിനകത്ത് ദൈവവുമായുള്ള ആ ബന്ധം വളരുമ്പോൾ, പ്രൈസ് ഗോഡ്, ആമേൻ, നിന്റെ ധ്യാനത്തിങ്കൽ തീ കത്തുവാനിടയാകും. പ്രൈസ് ദി ലോർഡ്. ധ്യാനത്തിങ്കൽ തീ കത്തി കഴിഞ്ഞാൽ പിന്നെ മിണ്ടാതിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ധ്യാനത്തിങ്കൽ തീ കത്തുവാൻ തുടങ്ങുമ്പോൾ നാവെടുത്ത് സംസാരിക്കുവാൻ തുടങ്ങും. ഒരു ദൈവത്തിന്റെ പൈതലിന്, ആമേൻ, ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ നാവെടുത്ത് സംസാരിപ്പാൻ എന്തുണ്ടെന്നറിയാമോ? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ദൈവമേ, നിനക്ക് സ്തുതി. ദൈവമേ, നിനക്ക് ആരാധന. എന്നെ വിടിവിച്ച ദൈവത്തിന്, എന്നെ നിർത്തിയ ദൈവത്തിന്, ആമേൻ, ഹല്ലേലൂയ, ആരാധന എന്ന് പറയുവാനേ കഴിയത്തുള്ളൂ. കാരണം നാം നീന്നതല്ല, നമ്മുടെ ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നതാ. നാം, ഹല്ലേലൂയ, ഓടിയതല്ല, ദൈവം നമ്മെ ഓടിച്ചുകൊണ്ടിരിക്കുന്നതാ. നമ്മുടെ കഴിവ് പറയാനില്ല, നമ്മൾക്ക് പ്രശസ്തി പറയാനില്ല. എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ ഒരു ദൈവത്തിന്റെ പൈതലിന് അത് ക്രൂശ് മാത്രമേ പറയുവാനുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് അവൻ പറഞ്ഞു, ആമേൻ, എൻ്റെ ഹൃദയം എന്ത് ചെയ്യുന്നു? ശുഭവചനത്താൽ കവിയുന്നു. രണ്ടാമത്തെ പദം കുറെ കൂടെ ശ്രദ്ധേയമാണ്. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. ഐ സ്പീക്ക് ഓഫ് ദ തിങ് വിച്ച് ഐ ഹാവ് മെയ്ഡ് ടച്ചിങ് ദ കിങ്. വിച്ച് ഐ ഹാവ് മെയ്ഡ് ടച്ചിങ് ദ കിങ്. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. പ്രൈസ് ഗോഡ്. കൃതി എന്ന പദം ഒന്ന് ശ്രദ്ധിച്ചേ. പ്രൈസ് ഗോഡ്. ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, ദ തിങ് വിച്ച് ഐ ഹാവ് മെയ്ഡ്. വിച്ച് ഐ ഹാവ് മെയ്ഡ്. പ്രൈസ് ഗോഡ്. ഞാൻ ഉണ്ടാക്കിയത്. സ്തോത്രം. ഈ സങ്കീർത്തനത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നത്, ആമേൻ, കോരഹപുത്രന്മാരുടെ സങ്കീർത്തനമെന്നാ. കോരഹപുത്രന്മാരെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. അവർ പാട്ടുകാരായിരുന്നു, സംഗീതക്കാരായിരുന്നു. പ്രൈസ് ഗോഡ്. അവരെന്തെങ്കിലും സംഗീതം രചിച്ച് പാടുമായിരുന്നു. ആമേൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സങ്കീർത്തനം വേറൊരാൾ എഴുതിയപ്പം കോരഹപുത്രൻ പാടിയതല്ല, പിന്നെ എന്ത് ചെയ്താ? അവൻ എഴുതി. സ്തോത്രം. പ്രൈസ് ഗോഡ്. This Psalms is his creation. Praise the Lord. അങ്ങനെയാണ്. ശ്രദ്ധിക്കണേ, അവൻ പറയുക, എൻ്റെ കൃതി ആർക്ക് വേണ്ടിയുള്ളതാ? രാജാവിന്. സ്തോത്രം. പ്രൈസ് ഗോഡ്. ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. എൻ്റെ സൃഷ്ടി ആർക്ക് വേണ്ടിയിട്ടുള്ളതാ? എൻ്റെ സൃഷ്ടിയാ ഈ പോയം. ആമേൻ. ഈ സാംസ് എൻ്റെ സൃഷ്ടിയാ. ഇറ്റ്സ് മൈ ക്രിയേഷൻ. പ്രൈസ് ഗോഡ്. ഞാനിത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത് ആർക്ക് വേണ്ടിയാണെന്നറിയാമോ? എൻ്റെ രാജാവിന് വേണ്ടിയാ. ഇന്ന് പകൽക്കാലം നിന്റെ ജീവിതത്തിന്റെ സൃഷ്ടികളെല്ലാം രാജാവിനുള്ളതായിരിക്കണം. സ്തോത്രം. അവനെ പുകഴ്ത്തുന്നതായിരിക്കണം. അവൻ അതുകൊണ്ട് പറഞ്ഞു, ആമേൻ, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. അതിനകത്ത് അവനൊരു നിശ്ചയമുണ്ട്. ഞാൻ എന്ത് സൃഷ്ടിച്ചിരിക്കുന്നുവോ അതെൻ്റെ രാജാവിന് വേണ്ടി തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഞാനിത് ചമച്ചത്, അതാ മലയാളത്തിൽ അതിൻ്റെ വേർഡ്, ആമേൻ, ഞാനിത് ചമച്ചത് എൻ്റെ രാജാവിന് വേണ്ടിയാണ്. പ്രൈസ് ഗോഡ്. പ്രൈസ് ദി ലോർഡ്. നിന്റെ രാജാവിന് വേണ്ടി നീ എന്തെങ്കിലും ചമച്ചിട്ടുണ്ടോ? പ്രൈസ് ഗോഡ്. നിനക്ക് പറയാൻ പറ്റുമോ, ഞാൻ എൻ്റെ രാജാവിന് വേണ്ടി ഇത് ചമച്ചിട്ടുണ്ടെന്ന്? ഇന്ന് രാവിലെ എഴുന്നേറ്റ് നീ വിശുദ്ധ ആരാധനയിലേക്ക് വരുമ്പോൾ രാജാവിന് വേണ്ടി ചമച്ചത് വല്ലോ നിന്റെ പക്കലുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത്. എന്നിട്ട് പറയുന്നു, പ്രൈസ് ഗോഡ്, എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ
എഴുത്തുപോലാകുന്നു. അവൻ്റെ നാവിനെ കുറിച്ച് പറയുകയാണ്. എൻ്റെ നാവ് എങ്ങനെയാണെന്നറിയാമോ? സമർത്ഥനായ ഒരു ലേഖകന്റെ എഴുത്തുകോല് പോലെയാ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമർത്ഥനായ ലേഖകന്റെ തൂലികയിൽ നിന്നും പുറത്തു വരുന്നതെല്ലാം ശ്രേഷ്ഠമേറിയതാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. വായിച്ചിട്ടത് ചവിട്ടുകൊറ്റയിലേക്ക് എറിയാൻ തോന്നത്തില്ല. വായിക്കും തോറും വീണ്ടും വായിക്കുവാൻ തോന്നും. അതാ സമർത്ഥനായ ഒരു ലേഖകന്റെ ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. അവൻ പറയുക, ഒരു സമർത്ഥനായ ലേഖകന്റെ ഈ എഴുത്തുകോല് പോലെയാ. എന്താ? എൻ്റെ നാവ്, എൻ്റെ നാവ്. സ്തോത്രം, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മനസ്സിലാക്കണമേ, എൻ്റെ നാവ്. ഇന്ന് പകൽക്കാലം നിന്റെ നാവ് എങ്ങനത്തേതാ? സ്തോത്രം. യാക്കോബിന്റെ ലേഖനം നാവിനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ടല്ലേ. നാവ് ചെറിയൊരു അവയമെങ്കിലും എന്ത് ചെയ്യും? വലിയ കാട് കത്തിച്ചു കളയും. സ്തോത്രം, സ്തോത്രം. കാട് കത്തിക്കുന്നൊന്നും പറയരുതേ. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കാട് കത്തിക്കുന്നൊന്നും നീ വിളിച്ചു പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ നാവ് കൊണ്ട് തീ ആമേൻ ഉണ്ടാകരുത്, കാട് കത്തിക്കരുത്. അർത്ഥം, പ്രൈസ് ദി ലോർഡ്, ഇങ്ങനെ പറയാം, നിന്റെ നാവ് കൊണ്ട് മറ്റൊരാളിന് ദോഷം വരുന്നതൊന്നും നീ പറയരുത്. നീ എന്തെങ്കിലും പറയുന്നെങ്കിൽ അത് നിന്റെ നാവ് സമർത്ഥനായ ലേഖകന് എഴുത്തുകോലായിരിക്കണം. നിന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതായിരിക്കണം. നിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്നത് രാജാവിന് മഹത്വം കിട്ടുന്നതായിരിക്കണം. രാജാവിന് മഹത്വം കിട്ടുന്നതിന്റെ നാവിൽ നിന്ന് പുറത്തു വന്നാൽ, ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ദൈവത്തിന്റെ പൈതലേ, അവിടെ നിനക്കും ഒരു അനുഗ്രഹമുണ്ട്. സ്തോത്രം. പഴയ കാലഘട്ടങ്ങളിൽ, രാജഭരണ കാലഘട്ടങ്ങളിൽ നമുക്കറിയാമല്ലേ, പ്രൈസ് ഗോഡ്, അവിടെ ആസ്ഥാന കവികളുണ്ടായിരുന്നു. രാജകൊട്ടാരത്തിൽ poets were there in the palace. Praise God. They will write poems. അവർ പാട്ടുകളെ, പോയംസ്, കവിതകൾ എഴുതും. എന്നിട്ട് എന്ത് ചെയ്യും? They will read, they will sing it in the, recite it in the front of the king. രാജാവിന് മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് വായിക്കും. രാജാവ് എന്ത് ചെയ്യുമെന്നാണ് വായിക്കുന്നത്? ഇപ്പൊ നമുക്കറിയാവുന്നത് അറിയാമോ? രാജാവ് എന്ത് ചെയ്യുമെന്ന് അത് കേട്ടിട്ട് ഓക്കെ ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് കൊടുക്കും. നിന്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളതാണെങ്കിൽ ഇന്ന് പകൽക്കാലം നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. പ്രൈസ് ഗോഡ്. നിന്റെ നാവിൽ നിന്ന് ആരാധന പുറത്തു വന്നാൽ ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയാം, അതിലൊരു നന്മ ഉണ്ടാകാതിരിക്കത്തില്ല. സ്തോത്രം. ആമേൻ. ദൈവത്തിന് ആരാധന അർപ്പിക്കാമെങ്കിൽ അതിനൊരു നന്മ ഉണ്ടാകാതിരിക്കത്തില്ല. സ്തോത്രം. നല്ല ആ പോയംസ്, നല്ല കവിതകൾ, ആമേൻ, രാജാവിനെ പുകഴ്ത്തുന്ന ശീലുകൾ കേട്ട് കഴിയുമ്പോൾ രാജാവ് അതിനനുസരിച്ച് ഓർഡർ ഇടുന്നത്. 50 കൊടുക്ക്, 100 കൊടുക്ക്, 50,000 കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് ഓർഡർ ഇടുന്നത്, ആമേൻ, അതിനനുസരിച്ചാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാം, നിന്നിൽ നിന്ന് വെളിപ്പെടുന്ന ആരാധന ഇവിടെ അളവനുസരിച്ച് നിന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. അനുഗ്രഹിക്കുന്ന ദൈവമുണ്ട്. ദൈവത്തിൻ്റെ വചനം മുഴുവനും പഠിച്ചു നോക്ക്. എവിടെയെല്ലാം ആരാധന വെളിപ്പെട്ടുവോ അവിടെയെല്ലാം ജനം അനുഗ്രഹിക്കപ്പെടുവാനിടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ഈ വചനത്തിൽ ഒരു വാക്യം കൂടി ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 7ാമത്തെ വാക്യം, നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം, നിന്റെ ദൈവം എന്ത് ചെയ്യുന്നു? നിന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് നിന്നെ അഭിഷേകം ചെയ്യുന്നു. നിന്നെ അഭിഷേകം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്, ആനന്ദതൈലം കൊണ്ട്. ഇന്ന് പകൽക്കാലം ആമേൻ, ആ ആനന്ദതൈലത്താലുള്ള അഭിഷേകം പ്രാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് പോലെ അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവൻ അവളെ ചിത്രത്തൈലുള്ള വസ്ത്രം ധരിപ്പിച്ചുകൊണ്ട് ആമേൻ രാജസന്നിധിയിൽ കൊണ്ടുവരും. ആമേൻ. നിന്നെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുന്നൊരു ദിവസമുണ്ട്. വിശദീകരിപ്പാൻ മറ്റൊരു സമയം ഞാൻ എടുക്കാം. ഇന്ന് പകൽക്കാലം അങ്ങനെയാണെങ്കിൽ ആമേൻ, കൃതി രാജാവിന് വേണ്ടിയുള്ളതായി തീരട്ടെ. സംഗീതം രാജാവിന് വേണ്ടിയുള്ളതായി തീരട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ സങ്കീർത്തനത്തെ ഗാനപ്രതിഗാനമായി പാടി നമ്മുടെ ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്താം. Let us all stand up and read Psalms 45 words by words respectively. എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. എൻ്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകോലാകുന്നു. വീരനായുള്ളവേ, നിന്റെ വാൾ അരക്കി കെട്ടുക,
നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചുള്ളവയാകുന്നു. ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്ത് അവ തറയ്ക്കുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ടു ദുഷ്ടതയെ ദ്വേഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലതു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. അന്തഃപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൊൻകസവ് കൊണ്ട് ഉള്ളത്. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നും എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. നമ്മുടെ വിശുദ്ധകരങ്ങളെ ഉയർത്തി ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, എൻ്റെ കൃതി രാജാവിന് വേണ്ടിയുള്ളത് എന്ന് ഞാൻ പറയുന്നു. ഗ്ലോറി. ഇന്ന് പകൽക്കാലം കൃതി രാജാവിന് വേണ്ടിയുള്ളതാണോ? നിന്റെ നാവിൽ നിന്ന് പുറത്തു വരുന്ന ആരാധന ആർക്ക് വേണ്ടിയുള്ളതാണ്? We are here to praise our God. നമ്മുടെ ദൈവത്തെ മഹിമപ്പെടുത്തുവാനായിട്ടാണ് ഇന്ന് പകൽക്കാലം നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. എല്ലാ ഹൃദയങ്ങളും ദൈവസന്നിധിയിലേക്ക് ഏകാഗ്രമാകട്ടെ. കൃതി രാജാവിന് വേണ്ടി. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ കോട്ടയോ, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. നീ എൻ്റെ സങ്കേതവും നീ എൻ്റെ നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. ചിടും ഞാനൻ സർവവുമായി. അടിയനിതാ, അടിയനിതാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ ദേവാ, അടിയനിതാ. നീ എൻ്റെ പാലകനും നീ എൻ്റെ പാലകനും, നീ എൻ്റെ ആശ്വാസവും നീ എൻ്റെ ആശ്വാസവും, നീ എൻ്റെ മാറാവിടാവോ, നീ എൻ ദൈവം. നീ എൻ്റെ പാലകനും നീ എൻ്റെ ആശ്വാസവും
നീ എൻ്റെ മാറാവിടാവും, നീ എൻ ദൈവം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം. സേവിച്ചിടും ഞാൻ എൻ സർവവുമായി ആടിയനിതാ. ഓ ആടിയനിതാ ദേവാ. അടിയനിതാ കർത്താവേ, ആടിയനിതാ ദേവാ. ആമേൻ. ആടി എല്ലാവരും ചേർന്ന് ആരാധിച്ചുകൊണ്ട് ദേവാ. ആടിയനിതാ സമ്പൂർണ്ണ സമർപ്പണത്തോടെ ആടിയനിതാ. അടിയനിതാ ദേവ, നീ എൻ്റെ സംഗീതമാണ്, നീ എൻ്റെ അഭയമാണ്. ഞാൻ നിന്നെ ആരാധിക്കുന്നു. ഹോസാന ഹല്ലേലൂയ ആമേൻ. ഹോസാന ഹല്ലേലൂയ ഗ്ലോറി. ഹോസാന ഹല്ലേലൂയ രാജാധിരാജാവിന് ആമേൻ. ഹോസാന ഹല്ലേലൂയ ഗ്ലോറി. ഹോസാന ഹല്ലേലൂയ ആമേൻ. ഹോസാന ഹല്ലേലൂയ. എത്ര നല്ലവൻ, മതിയായവൻ, എന്നെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ല